നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ഹരിതകർമ്മസേനയുടെ ഈ മാലിന്യ ശേഖരണ പദ്ധതിക്ക് നഗരസഭകളിൽ മികച്ച പ്രതികരണം. ഒരു മാസം മുൻപ് ആരംഭിച്ച പദ്ധതിയിലൂടെ 33,945 കിലോ ഈ മാലിന്യം ഇതുവരെ ശേഖരിച്ചു. ആലപ്പുഴയാണ് ഇക്കാലയളവിനിടയിൽ ഏറ്റവും കൂടുതൽ ഈ മാലിന്യ ശേഖരണം നടത്തിയത്. നഗരസഭകൾ വിജയകരമായി നടപ്പാക്കുന്ന ഈ പദ്ധതി അടുത്ത മാസം മുതൽ സംസ്ഥാനത്തെ എല്ലാ പഞ്ചായത്തുകളിലേക്കും വ്യാപിപ്പിക്കാനാണ് അധികൃതരുടെ തീരുമാനം. 44 ഇനം ഇലക്ട്രോണിക്കൽ ഉപകരണങ്ങൾ അപകടകരമല്ലാത്തവയായി തരംതിരിച്ച് കിലോ നിരക്കിൽ വില നൽകിയാണ് ഹരിതകർമ്മസേന ശേഖരിക്കുന്നത്. ഈ മാലിന്യം കൈമാറുന്ന വീടുകൾക്ക് ഇതുവരെ 2,63,818 രൂപ വരുമാനമായി ലഭിച്ചു. ശേഖരിക്കുന്ന ഉപകരണങ്ങൾ തരംതിരിച്ച് ഉപയോഗപ്രദമായവ പുനരുപയോഗത്തിനായി മാറ്റിവെക്കും. പുനഃചംക്രമണം സാധ്യമായവ അംഗീകൃത കമ്പനികൾക്ക് കൈമാറും. ഉപയോഗശൂന്യമായവ മാനദണ്ഡങ്ങൾ പാലിച്ച് ശാസ്ത്രീയമായി നിർമ്മാർജ്ജനം ചെയ്യും. സ്വകാര്യ സംഘടനകൾ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ഹരിതകർമ്മസേനയുടെ ഈ മാലിന്യ ശേഖരണത്തിന്റെ പ്രത്യേകത ശാസ്ത്രീയ സംസ്കരണവും നിർമ്മാർജ്ജനവും ഉറപ്പാക്കുന്നതാണ്. TV, റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ, മൈക്രോവേവ് ഓവൻ, മിക്സർ ഗ്രൈൻഡർ, ഫാൻ, ലാപ്ടോപ്പ്, കമ്പ്യൂട്ടർ, മോണിറ്റർ, മൗസ്, കീബോർഡ്, LCD മോണിറ്റർ, LCD, LED TV, പ്രിന്റർ, ഫോട്ടോസ്റ്റാറ്റ് മെഷീൻ, അയൺ ബോക്സ്, മോട്ടോർ, മൊബൈൽ ഫോൺ, ടെലിഫോൺ, റേഡിയോ, മോഡം, എയർ കണ്ടീഷണർ, ബാറ്ററി, UPS, സ്റ്റെബിലൈസർ, വാട്ടർ ഹീറ്റർ, വാട്ടർ കൂളർ, SMPS, ഹാർഡ് ഡിസ്ക്, CD ഡ്രൈവ്, സ്പീക്കർ, ഹെഡ്ഫോണുകൾ, സ്വിച്ച് ബോർഡുകൾ, എമർജൻസി ലാമ്പ് തുടങ്ങിയവ ഹരിതകർമ്മസേനാംഗങ്ങൾക്ക് കൈമാറാവുന്നതാണ്.